വിശാലടാ, എന്തോ ഈ കലയ്ക്ക് തൊട്ട് തീണ്ടലുണ്ടാ? എന്താ സാൻഡപ്പ അങ്ങനെ ചോദിച്ചത്? കേരളം കേട്ടാൽ അറയ്ക്കുന്ന വാക്കുകളാണ് നർത്തകി സത്യഭാമയുടെ വായിൽ നിന്ന് വന്നത്. അല്ല, നമ്മുടെ നാട്ടിലിപ്പോ കുറച്ച് തൊട്ട് തീണ്ടായ്മ നടക്കണ്ടല്ലോ, അത് കാരണം ചോദിച്ചാ. ഓ, അത് തുടങ്ങിയ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് പറഞ്ഞത്? അല്ലെങ്കിൽ നാട്യശാസ്ത്രത്തിന് എവിടെയാണ് ഈ സൗന്ദര്യത്തെ പറ്റി ഇങ്ങനെ? അതെനിക്ക് സൗകര്യം കേട്ട് ഞാൻ സ്വന്തം തേവിടിശി എന്ന് വിളിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ തേവരുടെ അച്ചി എന്നാണ്. ഒരു ക്രൈസ്തവ കുടുംബത്തിൽ നിന്ന് ഭരതനാട്യം പഠിക്കാൻ പോകുന്നതിന് എല്ലാ കുടുംബങ്ങളിൽ നിന്നും സ്ത്രീകളെ അയക്കില്ലായിരുന്നു. ക്രിസ്തീയ പുരാണങ്ങളിൽ ബൈബിളിൽ നിന്നും എടുക്കുക, ഖുറാനിൽ നിന്നെടുക്കാം. ഇതൊന്ന് റീഷൂട്ട് ചെയ്യാൻ പറ്റുമോ നമുക്ക്? നല്ല ഷേപ്പുള്ള ആൾക്കാരെ കൊണ്ട്, അല്ലെങ്കിൽ ശോഭനയെ കൊണ്ട്, അല്ലെങ്കിൽ ഹണിറോസ്. ലിംഗം നിർണ്ണയിക്കപ്പെടുന്നത് അത് നമ്മളുടെ കയ്യിലല്ല. ദൈവദൂതൻ വന്ന് മദർ മേരിയോട് പറയുകയാണ് നിനക്ക് കുട്ടി ഉണ്ടാവുന്ന പറയുമ്പോൾ ഉടനെ അക്സെപ്റ്റ് ചെയ്യുന്നല്ല. ഒരു യങ് ടീനേജർ ആണ് ഈ കുട്ടി. കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ വന്നത് ഒരു നാടകത്തിന്റെ ഇത് തന്നെയാണ്. മോഹിനിയാട്ടം എന്ന് പറയുന്നത് മോഹിനികൾക്ക് മാത്രമേ പാടുള്ളൂ എന്നുണ്ടോ? കഥകളിയും ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം കെട്ടിയാടിയിരുന്നത് ആണുങ്ങൾ തന്നെയാണ് പെണ്ണുങ്ങളുടെ വേഷം ചെയ്തത്. കേരളത്തിൽ ഇന്ന് നടക്കുന്ന വർണ്ണവിവേചനങ്ങളും ജാതി മതത്തിന്റെ പേരിൽ നടക്കുന്ന വിവേചനങ്ങളും ഇതൊന്നും ഞാൻ അവിടെ ഉണ്ടായിരുന്നപ്പോൾ എനിക്ക് അനുഭവം ഉണ്ടായിരുന്ന കാര്യമല്ല. അത് ഇന്ന് അത് കേരളം അതിലോട്ട് പോകണമെന്ന് കേൾക്കുമ്പോഴും കാണുമ്പോഴും സംശയം. സംസ്കാരം തൊട്ടു തീണ്ടാത്തതാണ് അമേരിക്ക എന്ന് പറയുന്നിടത്ത് സംസ്കാരങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ ഇവിടത്തെ ആൾക്കാർ, അത് മലയാളികൾ എന്ന് മാത്രമല്ല എല്ലാ വിഭാഗക്കാരും അതിനുവേണ്ടി കടിഞ്ഞു ശ്രമിക്കുകയും ഭാരത സംസ്കാരം എന്താണെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ തുറന്നു കാട്ടാനായിട്ടൊരു മനസ്സ് കാണിക്കുകയും ഇവിടെ ഉള്ളവരെ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് അത് വളരെ സന്തോഷമുണ്ട്. അത് അതേസമയത്ത് കേരളത്തിൽ നടക്കുമ്പോൾ വിഷമമുണ്ട്. വസുദേവ കുടുംബകം എന്ന് ഭാരതത്തിന്റെ സംസ്കാരം പറയുന്ന പോലെ ലോകമേ തറവാട്, ആ കോൺസെപ്റ്റില് നമ്മളിപ്പോ ഹൈന്ദവ പുരാണങ്ങൾ മാത്രമല്ല ഭരതനാട്യം അല്ലെങ്കിൽ ശാസ്ത്രീയ സംഗീതമായിട്ട് എടുക്കാൻ പറ്റുക. നമുക്ക് ബൈബിളിൽ നിന്ന് എടുക്കാം കഥകള്, അതിനെ പ്രദർശിപ്പിക്കാം, ചിട്ടപ്പെടുത്താം. ഖുറാനിൽ നിന്ന് എടുക്കാം, ചിട്ടപ്പെടുത്താം. ഇനി ഷേക്സ്പിയറിന്റെ കഥ വേണോ അതെടുക്കാം, ചിട്ടപ്പെടുത്താം. അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തി നമ്മളെ കൂട്ടത്തിലുണ്ട്, ഇവിടെ സിയാറ്റിലുണ്ട്. അതിൽ എനിക്ക് അഭിമാനമുണ്ട്, അത് മലയാളിയാണെന്നുള്ള പറയുന്നതിൽ. നമുക്ക് ആ ടീച്ചറിനെ പരിചയപ്പെടാം. അപ്പൊ നമ്മള് അങ്ങനെ ഒരാളെ അമേരിക്കയിൽ നമ്മൾ പരിചയപ്പെട്ടിരിക്കുക. അപ്പൊ അങ്ങനെ ഒരാള് ഇവിടെ ഉണ്ടെങ്കിൽ അത് നാട്ടിൽ പരിചയപ്പെടുത്താണ്ട് പറ്റുമോ? പറ്റില്ല. ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇവിടുത്തെ ഒരു അധ്യാപികയെ, ഒരു നൃത്ത അധ്യാപികയെ പരിചയപ്പെടാനാണ്. ഒരു ഡാൻസ് ടീച്ചർ. പുള്ളിക്കാരത്തെ പേര് ലീസ മാത്യു എന്നാണ്. ഒരു ക്രിസ്ത്യാനിയാണ്. ക്രിസ്ത്യാനി, ഹിന്ദു, മുസ്ലിം ഒന്നുമില്ല, കലയിലില്ല. അനേകം ആയിരക്കണക്കിന് ജാതികളുണ്ട്. നമ്മൾ 3 മതത്തിനെ മാറ്റി പറയണമെങ്കിലും ഇതെല്ലാം മനുഷ്യ സൗകര്യങ്ങൾക്ക് ഉണ്ടാക്കിയതാണ്. ഒരു ഒരു ജീവനാണ്. അതിൽ തന്നെ ഒരു തെളിവുണ്ട്. ക്രിസ്ത്യാനിയാണോ ചോദ്യത്തിൽ തന്നെ ഉണ്ട്. അത് ക്രിസ്ത്യാനായിട്ടും കാര്യമില്ല, അത് ഹിന്ദു ആയിട്ടും കാര്യമില്ല, മുസ്ലിം ആയിട്ടും കാര്യമില്ല. കലയ്ക്ക് അയിത്തം ഇല്ല. കലയ്ക്ക് ആരും അന്യല്ല, തീണ്ടലില്ല, ഇല്ല, തീണ്ടായ തീരെ ഇല്ല. അപ്പോ നമ്മള് അങ്ങനെ ഒരു കലയെ, നമ്മളെ നാട്ടിലെ ഒരു കലയെ ഇവിടത്തെ ജനങ്ങൾക്ക്, അതെന്ന് പറഞ്ഞാൽ ഇവിടെ വെറും മലയാളികൾക്ക് മാത്രമല്ല, ഇവിടെയുള്ള മറ്റെല്ലാ വിഭാഗക്കാർക്കും, ഇംഗ്ലീഷുകാർക്കും, പിന്നെ ഇവിടെയുള്ള അമേരിക്കക്കാർക്കും, ലിംഗഭേദമന്യേ എല്ലാവർക്കും അഭ്യസിപ്പിച്ചു കൊടുക്കണം, നമ്മളുടെ സംസ്കാരം എത്തിച്ചു കൊടുക്കണം എന്നും അതിയായ താല്പര്യമുള്ള ഒരു വ്യക്തിയാണ്. അതെ, നമുക്ക് എന്നാ ടീച്ചറിനെ പരിചയപ്പെട്ടാലോ സാൻഡപ്പ? പറ്റില്ല, പരിചയപ്പെട്ടിരിക്കേണ്ട വ്യക്തിയാണ്. മോളും എൻ്റെ വൈഫും എല്ലാവരും പഠിക്കുന്നുണ്ട്. അതിങ്ങനെയുള്ള അവരുടെ കലാപരിപാടികളെ കണ്ട് നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ജോയിൻ ചെയ്തത്. അതുകൊണ്ട് നമുക്ക് പരിചയപ്പെടാം നമ്മൾ ടീച്ചറിനെ. അതെ, ആഫ്രിക്കൻ യാത്രയ്ക്ക് ശേഷം ഗ്രീൻ ബുക്ക് പ്രോഗ്രാമിന്റെ അടുത്ത യാത്ര യൂറോപ്പിലേക്കാണ്. ഫ്രാൻസ്, ലക്സംബർഗ്, ജർമ്മനി, ഓസ്ട്രിയ, സ്വിറ്റ്സർലാൻഡ്, ലിസ്റ്റൻഷൈൻ, ഇറ്റലി എന്ന യൂറോപ്പിലെ 7 മാസ്മരിക രാജ്യങ്ങളിലൂടെയുള്ള യാത്ര. ഗ്രീൻ ബുക്ക് പ്രോഗ്രാമിന്റെ യാത്ര ആയതുകൊണ്ട് തന്നെ 7 പേരിന് മേലെയുള്ള ഒരു ഗ്രൂപ്പ് നമ്മൾ ഈ യാത്രയിൽ ഉൾപ്പെടുത്തുന്നില്ല. ട്രാവലിസ്റ്റയുടെ ഗ്രീൻ ബുക്ക് പ്രോഗ്രാമിന്റെ യൂറോപ്യൻ സീരീസിലേക്ക് വരാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. ഹലോ, വെൽക്കം. നിങ്ങൾ വരുന്നോണ്ട് ഞാൻ ഡ്രസ്സപ്പ് ചെയ്യാന്ന് വിചാരിച്ചു. പെണ്ണ് ഡെയ്സി. ഡെയ്സി വരെ ഒരുങ്ങി കണ്ട പൊട്ടൊക്കെ തൊട്ട്. പിന്നെ ഞങ്ങളായിട്ട് എന്തിനാ കുറയ്ക്കുന്നത്? ഡെയ്സിക്ക് എല്ലാം ഒരുപോലെയാണ്. നമസ്കാരം. താങ്ക് യു. ഞങ്ങളിവിടെ വന്നപ്പോ ഇങ്ങനെ ഖുറാനിന്നും ബൈബിളിന്നൊക്കെ പരിപാടി അവതരിപ്പിക്കുന്ന ആളുണ്ടെന്ന് പറഞ്ഞപ്പോ, പ്രത്യേകിച്ച് ഇപ്പത്തെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഇഷ്യൂസ് ഒക്കെ നടക്കല്ലേ, അപ്പൊ നമുക്ക് അതിനെ പറ്റിട്ട് 1-2 സംസാരം പറയണം അല്ലെ? പിന്നെന്താ, തീർച്ചയായിട്ടും.
അപ്പൊ നമുക്ക് ചേച്ചിയോടെ എല്ലാ കാര്യം ചോദിച്ചറിയാം ചേട്ടാ. അതെ അതെ കുറെ സംശയങ്ങൾ തീർക്കാൻ നമുക്ക്. അല്ല, ഒരുപാട് സംസാരിക്കാനുണ്ട്. ലീസ എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് അറിവുകൾ പകരാനും ആദ്യത്തെ കണ്ടന്റ് എന്ന നിലയ്ക്ക് നമുക്ക് കുറെ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ഒക്കെ നമുക്ക് വിശദീകരിച്ച് പറയാനുണ്ട്. അല്ല, തീർച്ചയായും. കാരണം നമ്മളിപ്പോ നൃത്തകല, ഭരതനാട്യം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരു ബഹുമുഖ പ്രതിഭയാണ് ലീസ. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാനുണ്ട്. നമുക്ക് ഇപ്പോൾ തുടക്കം തൊട്ട് തന്നെ തുടങ്ങാം. നമുക്ക് ചെറുതായിട്ട് ലീസ നാട്ടിൽ എവിടെ നിന്നാണ് ഈ കലയിലോട്ട് വന്നത്, ഒരു 2 സെന്റൻസ് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. നാട്ടിലെ എല്ലാ പേരൻസ് ഒക്കെ കൊണ്ടുവിടുന്ന പോലെ ചെറിയ നഴ്സറിയിലൊക്കെ പഠിക്കുമ്പോഴത്തേന് ഡാൻസിനൊക്കെ ചേർന്നു. അവർ പറയുന്നു ഡാൻസ് ഒക്കെ ഇഷ്ടമായിരുന്നു എന്ന് പറയുന്നു. അതെനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ കേരളത്തിൽ ഒരു ക്രൈസ്തവ കുടുംബത്തിൽ നിന്ന് ഭരതനാട്യം പഠിക്കാൻ പോകുന്നതിന് ഒരുപാട് ഞാൻ ചെറുപ്പത്തിൽ ഞാനത് കേട്ടില്ല. എല്ലാവരും പഠിക്കുന്നുണ്ടായിരുന്നു. അന്ന് അങ്ങനെ വല്ല അനുഭവങ്ങളുണ്ടോ? ശരിക്കും ഗ്രോയിങ് അപ്പ് എനിക്ക് അങ്ങനെ ഒരു കൺസെപ്റ്റ്, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ളതൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേ ലേറ്റർ ഞാൻ ഐ ഹേർഡ് പലരിൽ നിന്ന് ഇത് കേട്ടു, അയ്യോ ഇങ്ങനെ ക്രിസ്ത്യനായിട്ടും ഭരതനാട്യം പഠിച്ചോ. അപ്പോഴാണ് നമ്മളിപ്പം ഒരു സെറ്റപ്പിൽ, ഇപ്പം നമ്മുടെ വീട്ടിലെ സെറ്റപ്പിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് അറിയാതെ വളർന്ന ഒരാൾ പിന്നീടാണ് ഞാൻ അറിഞ്ഞു അങ്ങനെ പ്രശ്നമുള്ള കുടുംബങ്ങളുണ്ട്, അത് തെറ്റ് അങ്ങനെയൊക്കെ പറയുന്നതുണ്ടെന്നൊക്കെ ഞാൻ വളരെ ഒരു മധ്യവയസ്കരായി കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. അങ്ങനെയൊക്കെ ഉണ്ട് അറിഞ്ഞത്. അപ്പൊ ഇല്ല, ഞാൻ വളർന്നു വന്നപ്പോൾ എനിക്ക് അങ്ങനെ യാതൊരു വിധത്തിലുള്ള ഇതൊക്കെ ഒരു നോർമൽ കാര്യമാണെന്ന്, അല്ലെങ്കിൽ ഡാൻസ് ചെയ്യുന്നത് പോലും ഇഷ്ടമില്ലാത്ത അങ്ങനെയൊക്കെ ഉള്ള ഫാമിലീസ് ഉണ്ടെന്നൊന്നും തോട്ട് പോലും വന്നിട്ട്. ഡാൻസ് എന്നുള്ളൊരു ആർട്ടാണല്ലോ. ഈ ആർട്ടിനെ ചേച്ചി എങ്ങനെയാ അതിനെ മുന്നിൽ കാണണം, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു ആ തുടക്കം മുതലുള്ള ഒരു കാഴ്ചപ്പാട്? ഈ തുടക്കം എന്ന് പറഞ്ഞപ്പോൾ സ്കൂളിലൊന്നും പഠിക്കുമ്പോൾ നമ്മളൊക്കെ ഇത്ര സീരിയസ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മൾ പേരൻസ് എല്ലാം മിക്ക കുട്ടികൾക്ക് സെയിം സ്റ്റോറീസ് ആണ്. നാട്ടിലെ കലോത്സവങ്ങൾ അങ്ങനെയൊക്കെ വന്നിട്ടാണ്. അപ്പോൾ പേരൻസ് വരുന്നു, വിടുന്നു, നമ്മൾ ഡാൻസ് ചെയ്യുന്നു, പോരുന്നു. അല്ലാതെ അതിൽ കൂടുതൽ അതിനകത്തുള്ള ഒരു ഇന്റേണലൈസ് ചെയ്ത് അതിലേക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യുക അങ്ങനെയൊന്നും തോട്ടുകളൊന്നും ഇല്ലായിരുന്നു. പിന്നീടാണ് പിൽക്കാലത്ത് മാരേജ് കുട്ടികളൊക്കെ ഉണ്ടായി കഴിഞ്ഞ് വീണ്ടും അപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രിയേറ്റിവിറ്റിയുടെ, എനിക്ക് തോന്നുന്നത് ലൈഫ് എക്സ്പീരിയൻസസ് മാറ്റേഴ്സ് ആ കാര്യത്തിലൊക്കെ ക്രിയേറ്റിവിറ്റി ശരിക്കും ഉണ്ടാകാൻ തുടങ്ങിയത്. അപ്പോഴത്തേനും ഒക്കെ പുതിയ പുതിയ കഥകൾ പറയണം. ഇപ്പോഴാണ് വളരെ നാളുകൾക്ക് ശേഷമാണ് ഞാൻ വളരെ സീരിയസ് ആയിട്ട് എടുത്തു തുടങ്ങിയത്. അപ്പം ഓക്കെ, നമ്മളുടേതായിട്ടുള്ള കുറച്ച് കോൺട്രിബ്യൂഷൻസ് കൊണ്ടുവരണം, അങ്ങനെയൊക്കെ. അതൊക്കെ എല്ലാവർക്കും അവരവരുടെ ലൈഫിൽ ഇപ്പം വളരെ ലേറ്റർ സ്റ്റേജിൽ 60 ഇയേഴ്സിൽ സിനിമ എടുക്കാൻ തുടങ്ങിയവരുണ്ട് എന്നൊക്കെ പറഞ്ഞ പോലെ. അപ്പം ഇതൊക്കെ ഓരോ സ്റ്റേജിൽ നമുക്ക് വരുന്ന ഇതാണ്. പക്ഷേ യു മസ്റ്റ് ടേക്ക് ആൻ ആക്ഷൻ. നമ്മൾ അത് മൂടി വെക്കാതെ അതിലേക്ക് നമ്മൾ കൊണ്ടുവരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് എനിക്കത് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണഗതിയിൽ ഭരതനാട്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഹൈന്ദവ പുരാണങ്ങളിൽ തന്നെ ചില ഏടുകൾ, ഹൈന്ദവ പുരാണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപനിഷത്തുകളും പുരാണങ്ങളും എല്ലാം കൂടി ചേർത്ത് ഒരുപാടുണ്ട്. വളരെ വാസ്റ്റാണ്. നമ്മളൊരു ഓപ്പൺ സോഴ്സ് കോഡ് പോലെ ആർക്കും കഥ എഴുതി ചേർക്കാവുന്ന വളരെ വാസ്റ്റായിട്ടുള്ളൊരു ഹൈന്ദവ പുരാണം. പക്ഷെ അതിൻ്റെ ചില ഏടുകൾ മാത്രം എടുത്ത് നമ്മൾ അത് ചിട്ടപ്പെടുത്തിയാണ് ഭരതനാട്യത്തിൽ കണ്ടിട്ടുള്ളത്. ഞാൻ ലിസയിൽ കണ്ട പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹൈന്ദവ പുരാണങ്ങളിൽ ആരും കേട്ടിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്ത ഏടുകൾ എടുക്കുക, പിന്നെ അതിന് പുറത്തു പോയി ക്രിസ്തീയ പുരാണങ്ങളിൽ ബൈബിളിൽ നിന്ന് എടുക്കുക, ബൈബിളിൽ നിന്ന് എടുക്കുക, ഖുറാനിൽ നിന്നെടുക്കാം, പിന്നെ ഷേക്സ്പിയർ കഥകളിൽ നിന്നെടുക്കാം. ഇതെല്ലാം, ഈ കഥകളിലെല്ലാം നമുക്ക് അടിസ്ഥാനപരമായിട്ട് എന്തോ ഉണ്ട് എന്ന് മനസ്സിലാക്കി ആ ചിട്ടവട്ടം. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ ലിസ എങ്ങനെയാണ് അതിലോട്ട് വന്നത്, എങ്ങനെ അത് വേറിട്ട് ചിന്തിക്കാൻ പറ്റുന്നത്? അത് ഒരുപാട് പേര് ചെയ്യുന്നതായിട്ട് എനിക്കറിയില്ല. ഞാൻ ആദ്യം കണ്ടിട്ട് ലിസ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് കൗതുകം തോന്നി. ക്രിസ്ത്യാനി ക്രിസ്ത്യാനിയായിട്ട് ജനിക്കുന്നു മനുഷ്യനായിട്ട് ജനിച്ചു. അതൊന്നും നമ്മളെ തീരുമാനമല്ലല്ലോ. അതെ, അത് ഒരു ബോധപൂർവമായിട്ടുള്ളൊരു പുതിയ കഥകൾ. എനിക്ക് തോന്നുന്നത് മനുഷ്യർക്ക് എല്ലാവർക്കും നമുക്ക് പുതിയ പുതിയ കഥകൾ കേൾക്കാനായിട്ട് ഇഷ്ടമാണ്. അതുപോലെ തന്നെ പുതിയ കാര്യങ്ങൾ കേൾക്കാൻ ഇഷ്ടമാണ്. ഞാൻ ഒരിടയ്ക്ക് പത്മ സുബ്രഹ്മണ്യത്തിന്റെ ഒരു ഡാൻസ് വീഡിയോ കണ്ടു. അപ്പോൾ അവർ ചെയ്തിരിക്കുന്നത് ഒരു റഷ്യൻ മ്യൂസിക് ആണെന്ന് തോന്നുന്നു. റഷ്യൻ മ്യൂസിക്കിൽ അവർ ജഡായു മോക്ഷം അവര് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കണ്ടപ്പോൾ ഞാനിങ്ങനെ ഓർത്ത്, ഇവർക്ക് റഷ്യൻ മ്യൂസിക്കിൽ ജഡായു മോക്ഷം ചെയ്യാമെങ്കിൽ വൈ നോട്ട് റഷ്യൻ
സ്റ്റോറി ഇൻ ക്ലാസിക്കൽ മ്യൂസിക് എന്നുള്ള ഒരു തോട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇപ്പം നമ്മൾ കൂടുതൽ പഠിച്ചിരിക്കുന്നത്, അപ്പം എനിക്ക് വെറൈറ്റി ചെയ്യാനായിട്ട് ആദ്യമായിട്ട് എനിക്ക് കൂടുതൽ അറിയാവുന്നത് ബിബ്ലിക്കലായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് ഓക്കെ ലെറ്റ് മീ സേ ആദ്യമായിട്ട് ഞാൻ ചെയ്തത് ഒരു മദർ മേരിയുടെ പീസാണ്. മദർ മേരി, അതായത് മദർ മേരിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ബൈബിൾ കാണുക. അപ്പം ഞാൻ ആ മദർ മേരി പ്രസന്റ് ആയിരുന്നു. മദർ മേരിയുടെ കുറിച്ച് അധികം ഒന്നും ബൈബിളിലില്ല. അപ്പം ഞാനൊരു ഇമാജിനറി കൺസെപ്റ്റ് ഉണ്ടാക്കി മദർ മേരി. പക്ഷേ പണ്ട് ഞാൻ കുറച്ച് എഴുതുമായിരുന്നു. അപ്പം ഞാനിതുപോലെ ആദ്യമായിട്ട് എഴുതിയത് യൂദാസ് അറിയാത്തോ, ലൈക്ക് ജീസസിനെ നമ്മളെ ഒറ്റിക്കൊടുത്ത യൂദാസ് മരണത്തിന് ശേഷം ആ ആത്മാവ് നമ്മളോട് പുള്ളി റിവീൽ ചെയ്യുന്ന പോലെ ഒരു ആ പോയിന്റിൽ നിന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ മദർ മേരിയുടെ ഒരു ഹ്യൂമൻ ടച്ച് വെച്ചിട്ട് ഞാൻ ചെറിയൊരു സംഭവം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ ഇപ്പം ദൈവദൂതൻ വന്ന് മദർ മേരിയോട് പറയുകയാണ് നിനക്ക് കുട്ടി ഉണ്ടാവുമെന്ന് പറയുമ്പോൾ ഉടനെ അക്സെപ്റ്റ് ചെയ്യുന്നല്ല, ഒരു യങ് ടീനേജറാണ് ഈ കുട്ടി. ഓക്കെ, അപ്പം എനിക്കിത് പറ്റില്ല എന്ന് പറയുന്ന ഒരു ഹ്യൂമൻ ടച്ച് കൊടുത്തോണ്ട് മദർ മേരിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് കാണിക്കുന്ന ഒരു ഇതാണ് ഞാൻ ആദ്യം ചെയ്തത്. പിന്നെ രണ്ടാമത് ചെയ്തത് ഞാൻ ഷേക്സ്പിയറിന്റെ ഒഥല്ലോ എടുത്തു. അവിടെയും ഞാൻ ചെയ്തത് ഡെസ്റ്റിമോണയുടെ പോയിന്റ് ഓഫ് വ്യൂ എന്നാണ് ചെയ്തത്. പിന്നീട് ഊരുഭംഗം അങ്ങനെ ചെയ്തു. പിന്നെ ഈ അരങ്ങേറ്റങ്ങൾ വന്നപ്പോഴാണ് കൂടുതൽ ബിബ്ലിക്കൽ സ്റ്റോറീസിലേക്ക് വന്നതൊക്കെ. പിന്നെ ബിബ്ലിക്കൽ സ്റ്റോറീസ് മാത്രമല്ല, ഹൈന്ദവ പുരാണത്തിൽ ശരഭേശ്വരൻ, അതായത് ശിവന്റെ ഇൻകാർണേഷൻ ആണ്. അപ്പൊ അത് ഞാൻ ബോധപൂർവമായിട്ട് നോക്കും എങ്ങനെ. പിന്നെ എല്ലാ സ്റ്റോറീസും നമുക്ക് ചിലപ്പോൾ ഡാൻസിൽ പ്രസന്റ് ചെയ്താൽ നന്നാവണമെന്നില്ല. അതൊരു നമുക്ക് അതിനകത്ത് കുറച്ച് ഇമോഷൻസ് വരണം. അങ്ങനെ വരുമ്പോഴേക്കും അപ്പൊ അത് നോക്കിയിട്ടാണ്. ചിലത് ചിലപ്പോൾ ഡ്രാമയ്ക്ക് നല്ലതായിരിക്കും, പക്ഷെ എന്ന് വെച്ചുകൊണ്ട് അത് ഡാൻസിൽ നല്ലതാവണമെന്നില്ല. ഒരു കഥ നമ്മൾ എടുക്കുമ്പോൾ ഇപ്പൊ വ്യത്യസ്തമായിട്ടുള്ള ആംഗിളിൽ കാണുന്നു പറയുന്ന ഒരു കഥ, അത് തികച്ചും ഒരു കലാകാരന്റെ മുദ്രയാണത്. ഇപ്പൊ നമ്മള് MT കുറിച്ച് നമ്മൾ പ്രതിപാദിക്കുന്നു. MT കുറിച്ച് പ്രതിപാദിക്കാൻ കാരണം വെച്ചാൽ MT ഒരേ കഥ പല ആംഗിളിൽ നിന്ന് കാണും. ഇപ്പൊ നമ്മള് ചതിയൻ ചന്തുവിനെ ചന്തുവായിട്ട് നല്ല ചന്തുവായിട്ട് കണ്ടതും ഭീമന്റെ ആംഗിളിൽ നിന്ന് മഹാഭാരതം കാണുന്ന രണ്ടാം മൂഴത്തിലും അത് എന്ന് പറയുന്നത് ഒരു കലാകാരൻ്റെ മുദ്രയാണത്. അപ്പോൾ ലിസ അതേപോലെ ചിന്തിക്കുന്നു പറയുമ്പോഴത്തേനും അത് വളരെ നമ്മൾ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യത്യസ്തമായിട്ട് ചിന്തിക്കണം മനുഷ്യർ, എന്നാലേ നമുക്ക് പുരോഗതി ഉണ്ടാവുള്ളൂ. കലയുടെ വേറെ രൂപത്തിലേക്ക് മാറണം. ഒരാള് ചെയ്യുന്ന കലയല്ലാതെ മാറി മാറി. അതെ, കാരണം ഒരു കഥ എഴുതുന്ന ആരും ഒരു കലാകാരനാണ്. അപ്പൊ ആ ഒരു കഥ ആ ഒരു ആംഗിളിൽ മാത്രമേ കാണാവൂ എന്ന് പറയാനില്ല, നമുക്ക് പല ആംഗിളിൽ കാണാം. അപ്പോൾ അത് ലീസ ചെയ്യുന്നത് ഒരു സമൂഹത്തിനോട് എന്താ പറയുന്ന ഒരു ഉപകാരമാണത്. അത് തീർച്ചയായിട്ടും ഇവരുടെയൊക്കെ പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു. അപ്പം അതൊക്കെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഹൗദേ അവരുടെ പോലെ ഒന്നും എഴുതുമെന്നല്ല പറയുന്നത്, പക്ഷെ നമ്മളെ അവരെങ്ങനെയാണ് ഒരു ക്യാരക്ടറിനെ ഇത് ചെയ്ത്, അപ്പൊ നമുക്കതൊരു ധൈര്യമാണ്. ഇപ്പം നമ്മളെ കഴിഞ്ഞ് മുന്നേ, അതായത് ഞാൻ ഊരുഭംഗം എന്ന് പറയുന്നത് 3000 BC ആ സമയത്ത് കാളിദാസിന് മുന്നേ ഉള്ള ഭാസൻ എന്ന് പറയുന്ന ആൾ എഴുതിയ 1 ആക്ട് പ്ലേ ആണ് ഊരുഭംഗം. അതായത് യുദ്ധമുഖത്ത് വീണ് കിടക്കുന്ന ദുര്യോധനന്റെ റിപ്പൻഡൻസ് ആണത്. ഓക്കെ, അപ്പൊ അന്നത്തെ കാലത്ത് തൊട്ട് എഴുതി തുടങ്ങിയതാണ് ഈ ക്യാരക്ടർ എന്ന് പറയുന്നത്, ക്യാരക്ടറൈസേഷൻ. അപ്പം ആരാണ് എല്ലാം ദുര്യോധനൻ ഒരു മോശം ക്യാരക്ടറായിട്ടാണ് എല്ലാവരും എഴുതിയിരിക്കുന്നത്. അപ്പൊ അത് ഞാൻ എഴുതി അത് ഭരതനാട്യത്തിലേക്കാക്കി. അത് കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു ഇപ്പം ദുര്യോധനോട് വിഷമം തോന്നുന്നു, സങ്കടം തോന്നുന്നു, ഇഷ്ടം തോന്നുന്നു എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ മനുഷ്യരിലും പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ്, ഇതിന്റെയൊക്കെ ഇന്നർ മീനിങ് ഇത്രയേ ഉള്ളൂ. എല്ലാ മനുഷ്യർക്കും പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് ഉണ്ട്. അത് ഏത് മനുഷ്യനാണേലും അത് ഇപ്പം നെഗറ്റീവായിട്ട് കാണിക്കുന്ന ഒരു മനുഷ്യനിലെ പോസിറ്റിവിറ്റി കൊണ്ടുവരിക, അല്ലെങ്കിൽ പോസിറ്റീവായ മനുഷ്യന്റെ നെഗറ്റിവിറ്റി കൊണ്ടുവരിക, ഇതൊക്കെയാണ് ഈ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പം ഇതുപോലെ ഒത്തിരിയുണ്ട്. കർണനെ കുറിച്ച് എഴുതിയേക്കുന്ന ശിവജി സാവന്ത്, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ബുക്ക്. അപ്പോൾ അത് അങ്ങനെ ഒരുപാട് പേര് എഴുതുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്പിറേഷനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അല്ല, അപ്പോൾ അങ്ങനെ നമുക്കപ്പോഴും ഇത് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ചിട്ടവട്ടമുണ്ട്, ഇതൊരു നിയമമുണ്ട്, ഈ നിയമം മാത്രം പാലിച്ചേ പോകാൻ പറ്റുള്ളൂ എന്നുള്ളതില്ല. കലയെന്ന് പറയുമ്പോഴത്തേക്ക് അതിന് പറന്ന് പന്തലിച്ച് പല രീതിയിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയണം. അപ്പോൾ അങ്ങനെ ഒരു സ്ഥിതി വരുമ്പോൾ നമ്മൾ ഇത് ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഭരതനാട്യം പറഞ്ഞു, മോഹിനിയാട്ടം എന്ന് പറയുന്നത് മോഹിനികൾക്ക് മാത്രമേ പാടുള്ളൂ എന്നുണ്ടോ? അതൊരു നിയമമാണോ? കാലത്തുണ്ടായ നാട്ടിലുണ്ടായ ഒരു ഇൻസിഡന്റ് വെച്ച് ബേസ് ചെയ്ത് നോക്കുമ്പോൾ ചേച്ചിയുടെ ഭാഗത്ത് പറയാനുള്ളത് ഇതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. കല എപ്പോഴും ഇവോൾവ് ചെയ്യുന്ന കാര്യമാണ്. ഓക്കെ,
കല ഇപ്പം മോഹിനിയാട്ടവും ഭരതനാട്യവും ഒക്കെ എല്ലാവരും ഈ പറയുന്നത് പോലെ ആയിരക്കണക്കിന് വർഷം പഴക്കമൊന്നുമില്ല. അതൊക്കെ ഇവോൾവ് ചെയ്ത് സാതിർനാട്യം വന്നു, ദാസിയാട്ടം വന്നു, അതിൽ നിന്നെല്ലാം ഇവോൾവ് ചെയ്താണ് ഇപ്പോഴത്തെ ഒരു ഫോർമാറ്റിലെത്തിയത്. ഇപ്പം അതിന്റെ ചരിത്രം അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ അന്ന് ആദ്യമേ ദാസിയാട്ടം എന്ന് പറയുന്നത് തേവരുടെ, അതായത് ആ DTയുടെ കൂടെ, ഇപ്പം നമ്മൾ ഈ തേവിടിശി എന്ന് വിളിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ തേവരുടെ അച്ചി എന്നാണ്. അത് പിന്നീട് അത് മോശം ഒരു വാക്കായി മാറിയതാണ് ശരിക്കും. ഭഗവാന്റെ ഒരു അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് ദേവദാസി സമ്പ്രദായം എല്ലാം മാറി കഴിഞ്ഞപ്പോഴത്തേനും അവർക്ക് ജീവിക്കണ്ടേ. അപ്പൊ അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അവര് ഈ ജമീന്ദാർ ലാൻഡ് ലോർഡ്സിന്റെ അടുത്ത് ഡാൻസ് ചെയ്ത് തുടങ്ങി, കോട്ടിസൻസ്, അങ്ങനെ അഗെയിൻ ആ ഡാൻസിന്റെ ഫോർമാറ്റ് മാറി. അത് പിന്നെ ഒരു സെഡക്റ്റീവ് പീസുകളാക്കി മാറി. അത് കഴിഞ്ഞ് വീണ്ടും അത് പിന്നെ വീണ്ടും റിവൈവ് ചെയ്തു. ഇപ്പം രുക്മിണി ദേവി അരണ്ടയിലാണ് കലാക്ഷേത്രയുടെ, അവരാണ് ശരിക്കും ഭരതനാട്യം വീണ്ടും അതിൽ നിന്ന് റിവൈവ് ചെയ്തത്. അതുപോലെ അതിന് ഒരുപാട് റൂട്ടുകളുണ്ട്. ഇപ്പം മോഹിനിയാട്ടാണേലും കലാമണ്ഡലത്തിന് ശേഷം വള്ളത്തോളും അവരൊക്കെ കൂടെ കല്യാണിക്കുട്ടിയമ്മ അവരെല്ലാം ചേർന്നിട്ട് റിവൈവ് ചെയ്തു. അങ്ങനെ ഈ കല എപ്പോഴും ഇവോൾവ് ചെയ്യാണ്. ഇപ്പൊ ആണെന്നും പെണ്ണെന്നും ഒന്നുമില്ല. അത് അല്ലെങ്കിലും പണ്ട് നട്യവനാർമാര് എന്ന് പറയുന്നത് ആണുങ്ങളായിരുന്നു. പിന്നെ ഒരു സമയത്ത് ഈ പറഞ്ഞ പോലെ ഒരിടയ്ക്ക് കല ഈ പറയുന്ന ആർട്ട് ഫോംസ് എല്ലാം ഒരു സെഡക്റ്റീവ് ആർട്ട് ഫോംസ് ആയിട്ട് മാറിയ സമയത്ത് എല്ലാ കുടുംബങ്ങളിൽ നിന്നും സ്ത്രീകളെ അയക്കില്ലായിരുന്നു. അപ്പം അതിനൊരു പണ്ടൊക്കെ കഥകളിയും ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം കെട്ടിയാടിയിരുന്നത് ആണുങ്ങൾ തന്നെയാണ് പെണ്ണുങ്ങളുടെ വേഷം ചെയ്തത്. ഇപ്പം ഞാനൊക്കെ യൂത്ത് ഫെസ്റ്റിവലിന് പോകുന്ന സമയത്ത് മോഹിനിയാട്ടം ചെയ്തിരുന്നത് ആൺകുട്ടികൾ ചെയ്തിരുന്നത് പെണ്ണുങ്ങളുടെ വേഷം കെട്ടിയിട്ടാണ് ചെയ്തത്. പിന്നെയാണ് അത് ഇവോൾവ് ചെയ്തത്. അപ്പം ഇവോൾവ് ചെയ്യണം, കലകൾ എപ്പോഴും എല്ലാ കാര്യങ്ങളും ഇവോൾവ് ചെയ്യണം. ഇപ്പം ഭരതമുനി എഴുതിയിരിക്കുന്ന നാട്യശാസ്ത്രത്തിലാണേലും എഴുതിയിരിക്കുന്ന ഇതാണ്, കാലത്തിനനുസരിച്ച് ഉള്ള ഭേദഗതികൾ വരണം എന്നുള്ളതാണ്. അല്ല, അത് ഇപ്പൊ നമ്മള് ഈ ആണ് പെണ്ണ് എന്നൊന്നുള്ളതല്ല. ഇപ്പൊ ഒരു ലിംഗം നിർണ്ണയിക്കപ്പെടുന്നത് അത് നമ്മളുടെ കയ്യിലല്ല, അല്ലേ? എല്ലാ സോഴ്സ് എന്ന് പറയുന്ന ഒരേ സോഴ്സിൽ നിന്ന് വന്ന് ആണും പെണ്ണും അതിനിടയ്ക്കുള്ള എല്ലാ ലിംഗങ്ങളുമായിട്ട് മാറുന്നുണ്ട് ഏതൊരു വ്യക്തി. അപ്പോൾ വ്യക്തികൾ തന്നെയാണ് അല്ല അത് ലിംഗം. അപ്പോൾ ആണ് പെണ്ണ് എന്ന് പറയുന്നതല്ല, ഇപ്പൊ ഒരു 3-4 ലിംഗമായിരുന്നാലും ഇപ്പൊ 4, 5, 6, 50, 60 ലിംഗങ്ങളുണ്ട് ഇപ്പൊ നമ്മളെ നോക്കിക്കഴിഞ്ഞു, ആ ഒരു റേഞ്ച് നോക്കിക്കഴിഞ്ഞു. പക്ഷെ ആർക്ക് വേണമെങ്കിലും ഇപ്പൊ ലീസയുടെ ഇടയ്ക്ക് ഇപ്പൊ ലീസയിലോട്ട് വരാം. നമ്മള് ലീസയുടെ കുറെ അവാർഡുകളും അക്ലൈറ്റ്സ് ഒക്കെ വാങ്ങിയ ഒരു ഡയറക്ടർ, അതൊക്കെ നമ്മൾ അതിലോട്ട് വരാം. പക്ഷേ അതിലിപ്പോ നമ്മൾ ഒരു 3-4 ലിംഗ വ്യക്തിയെ അഭിനയിപ്പിച്ചിട്ടുണ്ട്. അപ്പോ അങ്ങനെ ഒരു വ്യക്തി ഷോർട്ട് ഫിലിമില് 3-4 ലിംഗ വ്യക്തിയെ അഭിനയിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു വ്യക്തി സുഹൃത്തുക്കളാണ്. അപ്പോൾ ഇവര് ഡാൻസ് പഠിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ച അതിന് ലീസ എന്താ പറയാ? പിന്നെ അത് ഒരു ചോദ്യം പോലുമല്ല. നമുക്ക് നമ്മുടെ അടുത്ത് ഡാൻസ് പഠിക്കാൻ ആഗ്രഹമായിട്ട് വരുന്നത് അത് ആരും ആയിക്കോട്ടെ. ഇപ്പം നല്ല ഡാൻസേഴ്സ് ആയിരിക്കില്ല, ബിഗിനേഴ്സ്. എനിക്ക് സമയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് പറ്റിയ ബാച്ച് ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും എടുക്കും. എൻഡ് ഓഫ് ദ ഡേ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞ് പഠിക്കുക എന്ന് ഞാൻ പറയാം. അതാണ് എൻ്റെ ഒരു ഇത്. കാരണം ഇത് തത്തമ്മ പൂച്ച എന്ന് പറഞ്ഞ് പഠിക്കുന്ന പോലെ അല്ല. നമ്മൾ എന്താണ് ചെയ്യുന്നത് ആ കഥയെ അറിഞ്ഞ് നമ്മൾ ചെയ്യുന്നതിനെ കുറിച്ച് ടെക്നിക്കലി മനസ്സിലാക്കി പഠിച്ച് അതിനോടൊരു ഇഷ്ടം തോന്നുക. അല്ലാതെ അത് ഞാൻ മേക്ക് ഷുവർ ചെയ്യാറുണ്ട് ആ ഒരു ഇഷ്ടം. ഇപ്പം എനിക്ക് തോന്നുന്നു ഞാനതിൽ ഒരു വിധമെങ്കിലും സക്സസ്ഫുൾ ആണെന്ന് തോന്നുന്നു. അപ്പം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തായാലും ഇപ്പം കാലും കൈയും സിമെട്രിക്കലി ജോമെട്രിക്കലി പെർഫെക്ഷൻ ആകുന്നതിനപ്പുറമാണ് കല എന്ന് പറയുന്നത്. അത് കാലും കൈയും അതൊരു പെർഫോമർ മാത്രമാണ്. ഇപ്പം നല്ല പാട്ടുകാരനോ നല്ല ഡാൻസുകാരനോ ആണെന്നൊരു നല്ല കലാകാരനാവണമെന്ന് നിർബന്ധമില്ല. കല എന്ന് പറയുന്നത് അതിലൊക്കെ ഉപരിയാണ്. കാലും കൈയും പെർഫെക്റ്റ്ലി വെക്കുന്നതിലപ്പുറമാണ് കല എന്ന് പറയുന്നത്. അതിലൊരു ടെക്നിക്കാലിറ്റിക്ക് പുറമെ കല എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയതാണ്, അതിന് ഒരു ദൈവികമായ ഒരു വശമുണ്ട്, അല്ലേ? ദൈവികമെന്ന് നമ്മൾ പറയുന്നെങ്കിലും അത് ഒരു ദൈവം മുകളിൽ ഒരാളിരുന്ന് ഇങ്ങനെ ചെയ്യുന്നു എന്നല്ല, ഒരു എക്സ് ഫാക്ടർ, അല്ലേ? ഒരു എക്സ് ഫാക്ടർ ഉണ്ട്. അപ്പോൾ ലിസയുടെ ഇതിൽ നിന്ന് മനസ്സിലാക്കിയാൽ ലിസയ്ക്ക് അങ്ങനെ ഒരു ഇന്ന തരത്തിലുള്ള ആൾക്കാരെ പാടുള്ളൂ, ഇന്ന എന്താ പറയുന്ന ചിലർ ബോഡി ഷേപ്പ് നോക്കാറുണ്ട്, അയ്യോ ഇങ്ങനെ തടിയുള്ളവർ പറ്റില്ല, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഷേപ്പുള്ളവർ പറ്റില്ല, മറ്റേ മോഡൽ ഇത് ഉണ്ടാകണം, അങ്ങനെ നോക്കാറില്ല. ഈ മറ്റ് നിറ വ്യത്യാസങ്ങളില്ല, അങ്ങനെയൊക്കെ ഇപ്പോൾ നാട്ടിൽ വരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അത് വിഷമം തോന്നുകയാണ്. അമേരിക്കയിൽ ഇവിടെ സംസ്കാരം ഇല്ലാത്തൊരു നാടാണെന്ന് പറയുന്ന നാട്ടുകാരുണ്ട് നമുക്ക്. അത് ഇവിടെ വന്നപ്പോഴേ സംസ്കാരം എന്താണെന്ന് നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാവും. ഇവിടെ ഉള്ളവർ എല്ലാ രീതിയിൽ സംസ്കാരങ്ങളും അംഗീകരിച്ച് തന്നെയാണ് ഇവിടെ ഉള്ളവർ പ്രവർത്തിക്കുന്നത്. ഇത്രയും വർഷമായിട്ട് അമേരിക്കയിൽ ജീവിച്ച വ്യക്തിയാണ് ലിസ. എന്താണ് ലിസയുടെ കാഴ്ചപ്പാടെന്ന് നമ്മൾ വ്യക്തമായിട്ട് കാണുന്നതാണ്. അപ്പോൾ അതേപോലെ ഒരു ഗുരു ഉണ്ടാവുക എന്ന് പറയുന്നത്
പറയുന്നത് ഇവിടുത്തെ ആൾക്കാർക്ക് നമ്മൾ ആക്ച്വലി അമേരിക്കൻസിനെയും പഠിപ്പിക്കുന്നുണ്ട്. അതെ, ഉണ്ട്. അപ്പം അത് വെൻ യു സെഡ് ബോഡി ഷേപ്പിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഒരു മ്യൂസിക്കൽ ചെയ്തിരുന്നു, നവരസമാല ഐതിഹ്യമാല എന്ന ബുക്കിനെ ബേസ് ചെയ്ത് അതിലെ ഒരു 9 ഫീമെയിൽ ക്യാരക്ടേഴ്സിനെ എടുത്തുകൊണ്ടാണ്. അപ്പം അതിൽ നമ്മൾ എല്ലാ തരത്തിലുള്ള ബോഡി ഷേപ്പ് ഒരു ബോധപൂർവമായിട്ടത് തീരുമാനമായിരുന്നു. അങ്ങനെ എടുത്താണ് ചെയ്തത്. നവരസമാല മ്യൂസിക് അത് എടുത്ത് അവർ റിലീസ് ചെയ്തിട്ടുണ്ടായി. അപ്പം ഞാനത് ആദ്യമേ അത് റിലീസ് ചെയ്യാനായിട്ട് ആദ്യം നമ്മുടെ നാട്ടിലുള്ള ചില കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചില വീഡിയോ ചാനലുകളാണ് അപ്രോച്ച് ചെയ്തത്. അപ്പോൾ അവിടുന്ന് ഇമ്മീഡിയറ്റ്ലി കിട്ടിയത്, ഇവർക്കൊക്കെ പകരം ഇതൊന്ന് റീഷൂട്ട് ചെയ്യാൻ പറ്റുമോ, നമുക്ക് നല്ല ഷേപ്പുള്ള ആൾക്കാരെ കൊണ്ട്, അല്ലെങ്കിൽ ശോഭനയെ കൊണ്ട്, അല്ലെങ്കിൽ ഹണിറോസ്. അപ്പം ഞാൻ പറഞ്ഞു നടക്കില്ല, ഇത് അല്ല, അതല്ല നമ്മുടെ ഇതൊരു ചില കാര്യങ്ങൾ നമ്മൾ ബോധപൂർവമായിട്ട് എഫേർട്ട് എടുക്കണം, അല്ലെങ്കിൽ ഇത് മാറില്ല. നമ്മൾ ഇപ്പം നമ്മൾക്ക് പൊളിറ്റിക്കലി കറക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ബുദ്ധിമുട്ടി കറക്റ്റ് ആക്കുന്ന കാര്യങ്ങൾ. ഇപ്പം നമ്മളുടെ മക്കള് ഒരുപക്ഷെ വിശാലിന് പറയായിരിക്കും, പിള്ളേർ സ്കൂളിൽ ഇവിടെ പബ്ലിക് സ്കൂളിൽ അവർ വളരെ പൊളിറ്റിക്കലി കറക്റ്റ് എന്ന് നമ്മൾ പറയുന്നത് അവർക്കത് നോർമാണ്. അപ്പം നമ്മൾ പല കാര്യങ്ങളും അറിയാതെ വാക്കുകൊണ്ട് ഉപയോഗിക്കുമ്പോൾ പിള്ളേർ നമ്മളെ തിരുത്തും. ദാറ്റ് ഈസ് വെരി സെക്സിസ്റ്റ് അല്ലെങ്കിൽ റേസിസ്റ്റ് ഓഫ് യു എന്ന് പറഞ്ഞ് നമുക്ക് പേടിയാണ് അവരടുത്ത് പറയാനായിട്ട്. പക്ഷെ അവർക്കത് വളരെ നോർമാണ്, മനസ്സിലായില്ലേ? അപ്പം ഈ പറഞ്ഞ പോലെ നമ്മൾ ഇപ്പം എനിക്ക് തടി കൂടിയെന്ന് പോലും, അല്ലെങ്കിൽ അങ്ങനെ പറയുന്നത്, അല്ലെങ്കിൽ ആ ഇച്ചിട്ടടിച്ച കുട്ടിയില്ലേ എന്ന് പറയുന്നത് പോലും ഭയങ്കര ഒഫൻസീവായിട്ടാണ് ഇവരെടുക്കുന്നത്. അത് എന്നെ കുറിച്ച് പണ്ടേ ഉള്ളൊരു കംപ്ലൈന്റ് ആണ്, മൊത്തം എക്സ്പ്രഷൻ ആണത്. പിന്നെ ജാത്തിയാലും സോ അത് ഇത് ബോധപൂർവ്വം നമ്മൾ ചില കാര്യങ്ങൾ ബോധപൂർവ്വം കോൺഷ്യസ് എഫേർട്ട് എടുക്കണം. സോ മറ്റുള്ളവർക്ക് അതൊരു ധൈര്യമാകാനും അതുപോലെ തന്നെ ഒരു കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാനും. കോൺസ്റ്റന്റ് എഫേർട്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴേ തന്നെ എനിക്ക് നമ്മൾ ഈ ഡൈവേഴ്സിറ്റി ആൻഡ് ഇൻക്ലൂഷൻ എന്ന് പറയുന്നത്, അതായത് വ്യത്യസ്തതരമായുള്ള വ്യക്തികൾ, അത് ഈ കലാമേഖലയിൽ നിന്ന് മാത്രമല്ല, എനിക്കത് ആഡ് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ കോർപ്പറേറ്റ് കമ്പനികൾ, മൈക്രോസോഫ്റ്റ് പോലുള്ള കമ്പനികളും അതിനുവേണ്ടി ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. എന്ന് വെച്ചാൽ മനഃപൂർവ്വം നമ്മൾ ചിലപ്പോൾ മെറിറ്റിൽ ചിലപ്പോൾ കുറച്ച് ഡൗൺ ആയിരിക്കും. കാരണം ഈ ഇപ്പോൾ നമ്മളിവിടുത്തെ കറുത്തവർക്ക്, ആഫ്രിക്കൻ അമേരിക്കൻസ് ആയിരുന്നാലും ലറ്റീനോസ് ആയിരുന്നാലും സ്ത്രീകൾ ആക്ച്വലി നമ്മൾ ടെക്നിക്കൽ ഫീൽഡിൽ കുറച്ച് ബാക്കിൽ ആണ്. കാരണം അവർക്കൊരു സ്റ്റാർട്ട് കിട്ടിയിരുന്നില്ല. ഇപ്പോൾ അവർ ഇവിടെ നിന്നാണ് തുടങ്ങിയത്, ബാക്കിയുള്ളവർക്ക് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇവരെ ഇവിടെ എത്തിക്കാൻ നമുക്ക് ബോധപൂർവമായിട്ട്, ഓക്കെ ഇവർക്ക് എക്സ്പീരിയൻസ് ഇല്ല, കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ആളുണ്ട്, ഓക്കെ വെയിറ്റ്, ഇവർക്ക് കുറച്ചും കൂടെ എക്സ്പീരിയൻസ് കൊടുക്കണ്ടേ. ഇപ്പോൾ എക്സ്പീരിയൻസ് ഉള്ളവരെ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇവർ ഒരിക്കലും എക്സ്പീരിയൻസ് കിട്ടില്ല. അപ്പോൾ അവർക്കൊരു അവസരം കൊടുക്കുക, അവർ ആ അവസരത്തിൽ തെളിയിക്കും. ആ തെളിയിക്കുന്ന കണ്ടിട്ടുണ്ട്, ഞാൻ പേഴ്സണലി എൻ്റെ ഓർഗനൈസേഷനിൽ കണ്ടിട്ടുള്ളതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഈ കല എന്ന് മാത്രമല്ല, ഇല്ലേ, ലീസയും ടെക്നിക്കൽ ഫീൽഡിൽ മൈക്രോസോഫ്റ്റിൽ വർക്ക് ചെയ്യുന്നതാണ്, ലീസയ്ക്കും അറിയാം അതിൻ്റെ. ഇപ്പം നമ്മൾ ഈ എന്താ പറയുക, നമ്മൾ കേരളം എന്നല്ല ലോകത്തോട് വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു വിവേചനം പാടില്ല. എല്ലാവർക്കും, അഥവാ വിവേചനം കൊണ്ട്, വർഷങ്ങളോളം വിവേചനം കൊണ്ട് പിറകോട്ട് നിന്ന ഒരു വിഭാഗം ഉണ്ടെങ്കിൽ അവരെ മുന്നോട്ട് മനഃപൂർവ്വം നമ്മൾ കൊണ്ടുവരണം. മനഃപൂർവ്വം കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് ഇതിനെ ഒരു സമനിലയിൽ എത്തിക്കാൻ പറ്റൂ. ഈ കലയോട് ചേച്ചി ഇത്ര നാളത്തെ എക്സ്പീരിയൻസിൽ വിവാഹത്തിന് ശേഷം അല്ലെങ്കിൽ വിവാഹത്തിന് മുമ്പുള്ള ഈ സമീപനം, നമ്മുടെ നാട്ടിലത്തെ ആൾക്കാരോടുള്ള സമീപനത്തിനെ പറ്റിയിട്ട് എന്താ പറയാനുള്ളത്, ആ ഒരു തീമിനെ പറ്റി? നോട്ട് എല്ലാവർക്കും. ഇപ്പം ഒരുപാട് പേരും പണ്ട് നല്ല ഡാൻസേഴ്സ് അല്ലെങ്കിൽ പാട്ടുകാർ അങ്ങനെ ഒരുപാട് ചെയ്ത കുട്ടികളുണ്ട്. ചിലരൊക്കെ വിവാഹം കഴിയുന്നതോടുകൂടി അത് കംപ്ലീറ്റ് നിർത്തേണ്ടി ഒരു ഗതികേട് വന്നിട്ടുണ്ട്. സങ്കടം തോന്നും ചിലർക്കത് ചെയ്യാൻ അവസരങ്ങൾ, പെർമിഷൻ ചോദിക്കുക. പറഞ്ഞ പോലെ നമ്മൾ ഒരുപാട് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് സാംസ്കാരികപരമായിട്ട്. നമ്മൾ ഒന്നാമത്തെ കാര്യം, ഒരു പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് കൺസെപ്റ്റ് അല്ല നമുക്ക്. ഇപ്പം ആ കൺസെപ്റ്റിൽ നിന്നൊക്കെ അപ്പം പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ എന്തുകൊണ്ട് ഇപ്പം ഭാര്യയ്ക്കോ ഭർത്താവിനോ അതിപ്പം ഒരു ചെറിയ ശതമാനമെങ്കിലും ആണുങ്ങൾക്കും അവരുടെ പാഷൻ ഫോളോ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോത്സാഹിപ്പിച്ച് കൊടുക്കുക എന്ന് പറയുന്നത് ഒരുപാട് കുട്ടികളെ എനിക്കറിയാം അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തത്. എന്നാൽ ഇതുവരെ ഡാൻസ് പഠിക്കാത്ത കുട്ടികളെ ഭർത്താക്കന്മാര് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഡാൻസിന് വിടുന്നതും ആഗ്രഹം അറിഞ്ഞു വിടുന്ന കേസുകളുമുണ്ട്. പക്ഷെ എന്നാലും മെജോറിറ്റി കേസിൽ ഞാൻ നേരെ തിരിച്ചാണ് കാണുന്നത്. അതൊക്കെ ഒരു കല്യാണം കഴിഞ്ഞില്ലേ, ഇനിയിപ്പോൾ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല, നമുക്കെല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാവുന്നതേ ഉള്ളൂ. അപ്പം ഇതെല്ലാം നമ്മുടെ പ്രയോറിറ്റീസ് അനുസരിച്ചിരിക്കും. നമുക്ക് എന്താണോ ഒരു സമയത്ത് പ്രയോറിറ്റി, നമുക്കെല്ലാം ഇതെല്ലാം പ്രയോറിറ്റൈസേഷൻ്റെ ഒരു കാര്യമാണ്.
കാര്യമാണ്. ഇപ്പം അല്ല അത് ലീസ പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു. കാരണം ഇത് നമ്മൾ ഒരു കല്യാണം എന്ന് പറയുന്നത് ഒരു ഹൈറാർക്കി മോഡലൊന്നുമല്ല. അതൊരു ഒത്തൊരുമയാണ്. നമ്മൾ ഒരു ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ചേ ഉള്ളൂ. ഇതിൽ ഈ വഴക്കും അത് പറ്റില്ല ഇത് പറ്റില്ല അത് ഇങ്ങനെ ചെയ്യാതെ നമ്മളൊക്കെ എല്ലാവരും പഠിക്കേണ്ട ഒരു പാഠമാണ്. ഒരുമിച്ച് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി സ്നേഹത്തോടെ. കാരണം കുറച്ച് നാളേ ഉള്ളൂ, നമ്മൾക്ക് ജീവിതം ഒരുപാടൊന്നുമില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് തീരെ എല്ലാവരും പോവും, ആൾറെഡി മണ്ണിലോട്ട് ഇത് പോവും. അപ്പോൾ നമ്മൾ ആ ഒരു കാലം സന്തോഷമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആഗ്രഹങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിച്ച് സന്തോഷമായിട്ട് പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും, അപ്പോൾ രണ്ടുപേർക്കും, ഇപ്പോൾ ആണ് പെണ്ണെന്നുള്ള വ്യത്യാസമല്ല, രണ്ടുപേർക്കും അവരുടെ ആഗ്രഹങ്ങളും ഒരുമിച്ചുള്ള മക്കൾക്കുള്ള കാര്യങ്ങളും അവർക്ക് തന്നെ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ കലാപരമായിട്ടായിരുന്നാലും ശരി മറ്റു രീതിയിലായിരുന്നാലും ശരി, അത് ഒരുമിച്ച് സ്നേഹത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് പാർട്ട്ണർഷിപ്പിൽ പോലെ ഒരു ഹൈറാർക്കി വെച്ചിട്ട് അത് പറ്റില്ല ഇത് പറ്റില്ല ഇത് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല അങ്ങനെ വരാതെ കുറച്ചും കൂടെ ഓപ്പൺ അപ്പ് ചെയ്യാം. ചേച്ചിയും മകളും ഈ ഫീൽഡിൽ നന്നായിട്ട് ഫുൾ പെർഫോമൻസ് ആണ്. ഒരു പോലീസുടെ സ്റ്റുഡൻസ് ആണ്. അതെ, മോക്ക് വരാൻ പറ്റിയില്ല. പക്ഷേ ലീസയാണ് അവരുടെ ഗുരു. ലീസ പോലെ ഒരു ഗുരു കിട്ടിയാൽ എനിക്കും വളരെ സന്തോഷമുണ്ട്. ഇത് കാണുമ്പോൾ എനിക്കും പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മൾ പിന്നെ ആണാണ് തടി കൂടുതലാണെന്ന് കേരളം കത്തോന്ന് അറിഞ്ഞൂടാ. ഞാനത് ഡോളിയുടെ അടുത്ത് പറഞ്ഞു, വിശാലിനെ കൊണ്ടുവരൂ നമുക്ക് പഠിപ്പിക്കാന്ന്. പറയാൻ പറ്റില്ല, ഇനി ചിലപ്പോ അടുത്ത ദിവസം അടുത്ത ആനുവൽ ഡേക്ക് വിശാല് കാണും. അല്ല, എന്നെ ഒരു ദിവസം ഇവര് സ്റ്റേജിൽ വിളിപ്പിച്ച് കുറെ മുദ്രയൊക്കെ കാണിപ്പിച്ചു. ഞാൻ നോക്കുമ്പോ ചുമ്മാ ഇരുന്ന് എന്നെ എവിടെ വേണമെന്ന് സ്റ്റേജിൽ കയറ്റി മുദ്ര ഇത്രയും നാള് ഈ ഒരു ഫീൽഡിൽ നിന്നിട്ട് ഇനി എന്താവണം, ഇനി അടുത്തൊരു സ്റ്റേജിൽ എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആഗ്രഹത്തിനെ പറ്റി എന്താ പറയാ അടുത്തൊരു സ്റ്റെപ്പ്? ഇപ്പം അങ്ങനെ അടുത്ത സ്റ്റെപ്പ് ഇപ്പം നമുക്കൊരു ഇൻസ്പിറേഷനാണ്. ലൈക്ക് ഒരു പെട്ടെന്ന് ഒരു ഐഡിയ വരിക, അത് എനിക്കൊരു ഇതുണ്ട്, ലൈക്ക് ഒരു സ്പാർക്ക്, ഒരു പെട്ടെന്നൊരു മൊമെന്റിലാണ് ഒരു ഐഡിയ വരുന്നത്. പിന്നെ അത് ചെയ്യാതെ നമുക്ക് നമ്മുടെ ഉറക്കം കെടുത്തുന്ന ഐഡിയ ആണെങ്കിൽ അത് ചെയ്തേ പറ്റുള്ളൂ. അപ്പം അതിന് അത് എന്ത് തന്നെയാണ്. ഇപ്പം എനിക്കൊരു ഭരതനാട്യം പ്രൊഡക്ഷൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അത് വരുമ്പോൾ വരട്ടെ. അങ്ങനെയുള്ള ഇപ്പം കുറച്ചും കൂടെ മൂവീസ് നമുക്ക് പറയാനുള്ള കഥകൾ പറയണം. പല കഥകളുണ്ട്. അത് ഭരതനാട്യത്തിൽ മാത്രമല്ല, ഷോർട്ട് ഫിലിമിലോ അല്ലെങ്കിൽ ഫീച്ചറിലോ എങ്ങനെയാണെങ്കിലും അത് കൂടുതൽ കാര്യങ്ങൾ പറയണം, എഴുതണം. അങ്ങനെയൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. സമയം ഇനി ഈ കലയോട് ചേർന്ന് നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ എന്താ പറയാനുള്ളത്? അല്ലെങ്കിൽ ഇപ്പൊ വളർന്നു വരുന്ന തലമുറ ഇനി ഒരു ഫീൽഡിലേക്ക് ഭരതനാട്യം ഈ ഒരു കലയുമായി ബന്ധപ്പെട്ട് ഏതൊരു കലയായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് ഇനി വരാൻ വരുന്ന ആൾക്കാർക്ക് ചേച്ചിയുടെ അഭിപ്രായം എന്താണ്? ഏത് കലയാണെങ്കിലും കല എന്ന് പറഞ്ഞാൽ കലാകാരനാകാനായിട്ട്, പെർഫോമർ ആകാനല്ല, കലാകാരനാകാനായിട്ട് ശ്രമിക്കുക. കലാകാരൻ എന്ന് പറയുമ്പോൾ ഒരു സഹൃദയത്വം ഉണ്ട്. പർട്ടിക്കുലർലി ഞാനത് കുട്ടികളുടെ അടുത്ത് പറയുന്നത്, നിങ്ങളുടെ സ്റ്റൈൽ ഓഫ് ഭരതനാട്യം അല്ലായിരിക്കും മറ്റൊരാളുടെ സ്റ്റൈല്. ഓക്കെ, അതിൽ തെറ്റ് കാണരുത്. തെറ്റില്ല, അതൊരു വ്യത്യാസപ്പെട്ട സ്റ്റൈലാണ്. ഇപ്പം നിങ്ങൾ കൈവയ്ക്കുന്ന പോലെ മറ്റൊരാൾ വെച്ചില്ലെങ്കിൽ അത് തെറ്റാണ്. അല്ലെങ്കിൽ ഒരുപാട് പേർക്കുള്ള ക്രിട്ടിസൈസ് ചെയ്യാനിരിക്കും. അതൊരു വേറെ സ്റ്റൈലാണ്. ഇപ്പം ഞാൻ പ്രത്യേകമായിട്ട് പറയുന്ന വേറെ ഒരാളെ വിമർശിക്കാൻ വേണ്ടി കാണരുത്. അവരുടെ പോസിറ്റിവിറ്റി കാണാനായിട്ട് ശ്രമിക്കുക. പിന്നെ നിങ്ങൾക്കറിയാൻ മേലാത്ത ഒരുപാട് തരത്തിലുള്ള ഭരതനാട്യത്തിൻ്റെ വേരിയേഷൻ ഉണ്ട്. അത് നമുക്കറിയാവുന്നതാണ്. അപ്പം നമ്മളുടെ ശൈലി മാത്രമേ ശരിയുള്ളൂ, മറ്റവരുടെ ശൈലി തെറ്റ്, അല്ലെ മറ്റുള്ളവരുടെ ശൈലി അവർ ആ കുട്ടി ഇങ്ങനെ ചെയ്തു അത് ശരിയാണ്, അങ്ങനെയൊന്നും ഇല്ല. ഇതെല്ലാം ഇവല്യൂഷൻ. ഇപ്പം സാതിർനാട്യം എന്നാണ് ഇപ്പം ഭരതനാട്യത്തിൻ്റെ ഇതിൻ്റെ ചെറിയ ഇമ്മീഡിയറ്റ് പ്രെഡിസസർ ഉള്ളത്. അപ്പോൾ അത് ആ ശൈലി ഫോളോ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അത് നോക്കുമ്പം നമ്മൾ ചെയ്യുന്ന ആംഗിളുമായിട്ടൊക്കെ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. അപ്പം നമ്മൾ ഒന്നാമത് വിമർശിക്കാതിരിക്കുക. മറ്റുള്ളത് അതാണ് സഹൃദയത്വം എന്ന് പറയുന്നത്. മറ്റുള്ളവരെ കൂടെ എൻകറേജ് ചെയ്യുക. പിന്നെ ചിലതുണ്ട്, നമുക്ക് പ്രോഗ്രാം ഉള്ളപ്പോൾ പോയി മാത്രം നമ്മൾ പെർഫോം ചെയ്യുക, പിന്നെയുള്ള അങ്ങനെയുള്ള ഇവൻറ്റുകളിൽ പോകാതിരിക്കുക. അങ്ങനെയൊക്കെ ചെയ്യാതെ മറ്റുള്ളവർ പെർഫോം ചെയ്യുമ്പോഴും പോയി എൻകറേജ് ചെയ്യുക, അവിടെ ഇരുന്ന് എൻകറേജ് ചെയ്യുക. അങ്ങനെ അതിലൊരു സഹൃദയത്വമാണ്. നമ്മളൊരു എന്താ പറയുന്നത്, നമ്മുടെ ഒരു കുറെ കൂടെ ഓപ്പൺ അപ്പ് ചെയ്യുകയാണ് നമ്മൾ കലയോട് അല്ലെ കഥകളോടും ആൾക്കാരോടും. അത് ആ ഒരു ഇതുണ്ടാക്കിയെടുക്കുക എന്നാണ് ഞാൻ പറയുന്നത്. അല്ല, അതാണ് എനിക്ക് പിള്ളേരോട് പറയാനുള്ളത്. പീപ്പിൾ ഷുഡ് ഡു മോർ ആർട്ട് യുണൈറ്റ്സ് പീപ്പിൾ, ആർട്സ് ആൻഡ് സ്പോർട്സ്. അതിന് വേണ്ടി ഞാൻ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ കുട്ടികളിലെ പ്രത്യേകത നോക്കിയിട്ട് അത് ഇൻകോർപ്പറേറ്റ് ചെയ്യിക്കാൻ നോക്കുന്നുണ്ട്. ഭരതനാട്യത്തിൻ്റെ ഒരു വിധത്തിലുള്ള അതിൻ്റെ ചിട്ടവട്ടങ്ങളിൽ നിന്ന് ഒരുപാട് വേർതിരിയാതെ ഇപ്പോൾ ഒരു കുട്ടിക്ക് ജിംനാസ്റ്റിക്സിൽ എക്സ്പേർട്ടാണ്, അപ്പോൾ ആ ജിംനാസ്റ്റിക്കിൻ്റെ എലമെൻ്റ് ആഡ് ചെയ്യാൻ പറ്റുമോ ഈ ഭരതനാട്യത്തിൽ? ഏത് ടാലൻ്റ് ആണോ
അത് ഭരതനാട്യം എന്ന് പറഞ്ഞാൽ ഭരതനാട്യത്തിന്റെ ഗ്രേസ് പോകാൻ പാടില്ല, അതിന്റെ ചിട്ടവട്ടങ്ങൾ മാറാൻ പാടില്ല. അതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ അതെങ്ങനെ ഇൻകോർപ്പറേറ്റ് ചെയ്യാം അത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് എനിക്ക് വളരെ ഇംപ്രസീവ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ വരണം. നമ്മൾ കല അല്ലെങ്കിൽ കല വളരില്ല. നമ്മളിങ്ങനെ കുളത്തിൻ്റെ അകത്ത് നിന്നിട്ട് ഇതാണ് ലോകം എന്ന് ചിന്തിക്കാൻ പറ്റില്ല. കുളത്തിന് പുറത്ത് വരുമ്പോഴത്തേക്കാണ് ഇങ്ങനെയും ഇത്രയും സംഭവങ്ങൾ വരില്ല. ഇതൊക്കെ നമുക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാം. കാരണം ലിസ വർഷം തോറും അരങ്ങേറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വെറുതെ നമ്മൾ സ്റ്റേജിൽ പോയി കളിക്കുന്നതല്ല. ഒരു 10 പെർഫോമൻസ് കുട്ടികളെ കൊണ്ട് 1 വർഷത്തെ ട്രെയിനിങ് എടുത്ത് ചെയ്യിക്കണം. അത് വലിയൊരു പ്രോഗ്രാമായിട്ട് ഇവിടെ നടത്തുന്നുണ്ട്. ഒരു ഓഡിറ്റോറിയം ബുക്ക് ചെയ്ത് പ്രോഗ്രാം നടത്തുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒരുപാട് എഫേർട്ട് ഉണ്ട്. എത്ര കുട്ടികളുണ്ട് നമുക്ക് ഇപ്പോൾ ഒരു 35-40, നേരത്തെ ഒരു 70 വരെ ഉണ്ടായിരുന്നു. പാൻഡമിക്കിന് മുമ്പ് നമ്മൾ കുറച്ച് കൂടുതലുണ്ടായിരുന്നു. പിന്നെ കട്ട് ചെയ്തതാണ്. പിന്നെ പുതിയ ആൾക്കാരെ എടുക്കാണ്ടിരുന്നത് കാരണം സമയം ഞാൻ തന്നെ എല്ലാം കൂടെ ഉണ്ട്. അപ്പം കുട്ടികളും എല്ലാം കൂടെ ആകുമ്പം നടക്കുന്നില്ല. 2 കുട്ടികൾ, 2 പെൺകുട്ടികളാണ്. രണ്ടുപേർക്കും ഡാൻസ് ഇഷ്ടമാണ്. അവർക്കും ആർട്ടിനോട് നല്ല താല്പര്യമുള്ള കുട്ടികളാണ്. ഒരാളുടെ കഴിഞ്ഞു. അതായത് നമ്മുടെ സ്കൂളിന്റെ ആദ്യത്തെ അരങ്ങേറ്റമായിരുന്നു കഴിഞ്ഞ കൊല്ലം. അപ്പൊ ആദ്യത്തെ അരങ്ങേറ്റം ഒരു 11 കുട്ടികൾ ഇറങ്ങേറി. അപ്പോൾ അതിൽ നമുക്ക് ഒരുപാട് ക്രിയേറ്റിവിറ്റി യൂസ് ചെയ്യാൻ പറ്റി. ഇപ്പോൾ ശരവേശ്വരൻ വർണ്ണം, അയ്യപ്പൻ വർണ്ണം, അതുപോലെ തന്നെ സാംസൺ, സലോമി, അങ്ങനെയുള്ള കുറേ ക്യാരക്ടേഴ്സ് എടുത്തിട്ട് മദർ മേരി വീണ്ടും ചെയ്തു. അങ്ങനെ പുതിയ പുതിയ കുറേ സ്റ്റോറീസ് ചെയ്തു. റാണി ലക്ഷ്മിബായി, ഒരു കുട്ടിയുടെ ലീനിയേജിൽ അവരുടെ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ ആയിരുന്നു റാണി ലക്ഷ്മി. ഒരു മറാഠി കുട്ടിയുണ്ട് നമുക്ക്. അപ്പോൾ അവരുടെ അച്ഛൻ്റെ ലീനിയേജിൽ അപ്പം അവർക്ക് ഒരാഗ്രഹം ആ റാണി ലക്ഷ്മിബായിയുടെ. അപ്പോൾ അത് പുതിയതായിട്ടൊക്കെ എഴുതി. അതെ, അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഓരോ വ്യക്തികളുടെ പ്രത്യേകതകൾ കണ്ട് അതിൽ ആ കല കൊണ്ടുവന്ന് അതിനു വേണ്ടി രചിക്കുക. നമ്മൾ വെറുതെ വരുന്ന കാര്യമില്ല. അത് ഈ ഭരതനാട്യത്തിൻ്റെ ചിട്ടവട്ടത്തിനനുസരിച്ച് രചിക്കുക, പിന്നെ അത് ചിട്ടപ്പെടുത്തുക. അത് രചന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മലയാളത്തിൽ രചിക്കുന്ന പറഞ്ഞാൽ മലയാളത്തിലെ സാഹിത്യം അറിഞ്ഞിരിക്കണം. അതനുസരിച്ച് പിന്നെ അത് ചിട്ടപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറാഠി കഥ പറയണം, പക്ഷേ നമ്മൾ ഭരതനാട്യം സ്റ്റൈൽ അതിൽ കൊണ്ടുവരണം. അപ്പോൾ അതൊന്നും അത്ര എളുപ്പമല്ല. അതിന് ഒരുപാട് എഫേർട്ട് അത് അപ്രീഷിയേറ്റ് ചെയ്യുന്നു ലിസ. പിന്നെ ഒരു കാര്യം ചോദിക്കാനുള്ള ലിസ, നമ്മൾ ഇത് നാട്യത്തെ പറ്റി ഒരുപാട് പറഞ്ഞു, നൃത്തകലയെ പറ്റി പറഞ്ഞു. പക്ഷേ ലിസ ഒരു വളരെ അവാർഡുകളും അക്ലൈഡ്സും വാരിക്കൂട്ടിയ ഒരു ഡയറക്ടറാണ്, ഷോർട്ട് ഫിലിം ഡയറക്ടറാണ്. അത് ഒരുപാട് പേര് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഷോർട്ട് ഫിലിമാണ്. അത് വളരെ എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്, വളരെ ഷോർട്ടായിട്ട് ഒരു ചാലഞ്ചിങ് ടൈമിൽ എടുത്ത ഒരു ഇതാണ്. അപ്പോൾ അതിൽ സാമൂഹിക പ്രധാനമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ചെയ്ത ഷോർട്ട് ഫിലിമിൻ്റെ പേര് കേജ്ഡ് എന്നാണ്. അത് ഒരു ബൈലിംഗ്വൽ ആയിട്ടാണ്, ഇംഗ്ലീഷും മലയാളവും ചേർത്തിട്ടാണ് ഇത്. കൂടുതൽ ഇംഗ്ലീഷിലാണ്. അത് കൂടുതൽ ആളുകളിലേക്ക് അത് എടുത്തിരിക്കുന്നത് തന്നെ ഒരു മൾട്ടി എത്തനിക് ഗ്രൂപ്പ്, അതായത് അമേരിക്കൻസ് ഉണ്ട്, ആഫ്രിക്കൻ അമേരിക്കൻസ് ഉണ്ട്, ഇന്ത്യൻസ് ഉണ്ട്, എല്ലാം ചേർത്ത് അതൊരു 4 സ്ത്രീകളുടെ ഈ കോവിഡ് സമയത്ത് ഒരു UN-ന്റെ ഡേറ്റ ഉണ്ട്. അതായത് കോവിഡ് സമയത്ത് ഡൊമസ്റ്റിക് അബ്യൂസ് ഇൻക്രീസ് ചെയ്തു എന്നുള്ളത്. പിന്നെ അത് തന്നെ നമ്മൾ കൂട്ടുകാരൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മുടെ ഒരു പ്രൈവസി, പെണ്ണുങ്ങളുടെ പ്രൈവസി എന്ന് പറയുന്നത് നഷ്ടപ്പെട്ട ഒരു സമയമാണ് അല്ലേ കോവിഡ്. അപ്പം പലപ്പോഴും പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ വെൻഡ് ഔട്ട് ചെയ്യുന്നത് മറ്റ് കൂട്ടുകാരികളെ വിളിച്ചിട്ട് ഒരല്പം കുറ്റമൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ വെൻഡ് ഔട്ട് ചെയ്യുന്നു, അയ്യോ ഇങ്ങനെ വീട്ടിൽ സംഭവിച്ചു, അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും നമ്മൾ വെൻഡ് ഔട്ട് ചെയ്യും. അതാണ് പൊതുവേ ഒരു സ്ത്രീകളുടെ ഒരു നേച്ചറാണത്. അപ്പോൾ അത് നടക്കാതെ വരുന്ന ഒരു അവസരത്തിൽ ഇതെല്ലാം ബോട്ടിലപ്പ് ചെയ്യുകയും ഭയങ്കരമായിട്ട് നമുക്ക് പിന്നെ അബ്യൂസ് ഇൻക്രീസ് ചെയ്ത ഒരു അവസ്ഥയായിരുന്നു ആ സമയത്ത്. അപ്പോൾ UN-ന്റെ ഒരു ഡേറ്റ ഉണ്ടായിരുന്നു, 35% ഇൻക്രീസ് ചെയ്തു ഡൊമസ്റ്റിക് അബ്യൂസ്. അപ്പോൾ അതിനെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ 4 തരത്തിലുള്ള അബ്യൂസ് ആൻഡ് മോർ ദാൻ ഫിസിക്കൽ അബ്യൂസ്, ഞാനൊരു ഇമോഷണൽ അബ്യൂസിനാണ് അതിന് സ്ഥാനം കൊടുത്തത്. അപ്പോൾ അതിൽ ഒരു ക്യാരക്ടറിനെ എനിക്കൊരു ട്രാൻസ് വുമൺ വേണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അതാണ് നേരത്തെ പറഞ്ഞത്. അപ്പോൾ ട്രാൻസ് വുമണിനെ ഞാൻ ബോധപൂർവം തിരഞ്ഞെടുത്തതാണ്. അപ്പോൾ അത് നമുക്ക് കിട്ടാൻ, കാരണം ഞാനൊരു എസ്റ്റാബ്ലിഷ്ഡ് ഡയറക്ടർ, എൻ്റെ ആദ്യത്തെ സംരംഭമാണ്, ഒന്നുമല്ല, ഞാനൊരു ഫേമസ് പേഴ്സണോ ഒന്നുമല്ല. അപ്പം നമുക്ക് ട്രാൻസ് ആൾക്കാരെ അവരുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരു റെസ്പോൺസ് കിട്ടാൻ ഭയങ്കര പ്രയാസമായിരുന്നു. ബിക്കോസ് ദേ ആർ സ്കേർഡ്, ഞാൻ എന്താണെന്നുള്ള അറിയില്ലല്ലോ. അപ്പോൾ ആദ്യം ഒരു കുട്ടി എന്തായാലും വന്നു, അവർ നന്നായിട്ട് ആക്ട് ചെയ്തിരുന്നു. പക്ഷേ നമ്മൾ ഷൂട്ടിങ്ങിന് എല്ലാ സാധനങ്ങളും റെൻറ്റ് ചെയ്ത് ഒക്കെ വെച്ചപ്പം അവർക്ക് കോവിഡായി. അപ്പോൾ പെട്ടെന്ന് നമ്മളൊരു റീപ്ലേസ്മെൻറ്റ് അവർ തന്നെ റെക്കമെൻഡ് ചെയ്ത് വന്നു. അപ്പോൾ ആ കുട്ടി അത്ര അഭിനയം വയസ്സ് നോക്കുകയാണെങ്കിൽ ടാലൻറ്റഡ് അല്ലായിരുന്നു, നമുക്ക് പ്രതീക്ഷിച്ച പോലെയുള്ള ഒരു ഇത് കിട്ടിയില്ല. പക്ഷേ എന്നാലും എനിക്കത് നിർബന്ധമായിരുന്നു. നമ്മൾ ഇപ്പം വി ബി ദ ചേഞ്ച്, എന്നാലല്ലേ നമുക്ക് മറ്റുള്ളവരോട് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞാനത് ബോധപൂർവമായിട്ട് ആ കുട്ടീനെ, അത് ട്രാൻസ് വുമൺ എന്ന് പറയുന്നത് വരെ അവരൊരു വേറെ ലിംഗമായിട്ടില്ല, അവർക്ക് വുമൺ ആയിട്ട് അറിയപ്പെടുന്നത്, ദേ ആർ വിമൻ. അപ്പം അതുകൊണ്ട് തന്നെ അവരും ചെയ്യുന്നത്. അപ്പം
എനിക്ക് ഏറ്റവും വലിയ അംഗീകാരം ഇപ്പം ശരിയാണ്, അത് മുംബൈ ഫിലിം ഫെസ്റ്റിവലിൽ തിരഞ്ഞെടുത്തു, അങ്ങനെ കുറച്ച് അവാർഡുകളൊക്കെ കിട്ടി. പക്ഷേ എനിക്ക് ഏറ്റവും എനിക്ക് ഏറ്റവും ഇംപ്രസീവ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ആ വുമൻ കമ്മ്യൂണിറ്റി അവർ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ പറഞ്ഞു നമ്മളെക്കുറിച്ച് ഇങ്ങനെ എഴുതാനും നമ്മളുടെ ഈ പ്ലൈറ്റ് അറിയാനും ദേ വെർ വെരി ഹാപ്പി ദാറ്റ് സംബഡി റോട്ട് അബൌട്ട് ദെയർ പ്ലൈറ്റ്. ബിക്കോസ് യൂഷ്വലി ട്രാൻസ് വിമൻ ഇപ്പം നമ്മുടെ ഇന്ത്യൻ സിനിമയിലാണെങ്കിലും ഐതർ പിള്ളേരെ തട്ടിക്കൊണ്ടു പോകുന്നവർ അല്ലെങ്കിൽ ഒരു ഈവൾ ക്യാരക്ടർ, അമേരിക്കൻ സിനിമയിലാണെങ്കിലും സെക്സ് വർക്കർ ഹൂ ഡൈസ് ഇൻ ദ ബിഗിനിങ് ഓഫ് ദ സ്റ്റോറി ഓർ അല്ലെങ്കിൽ അങ്ങനത്തെ സം ഈവൾ ക്യാരക്ടേഴ്സാണ്. അങ്ങനെ അതിൽ കൂടുതലൊക്കെ നമ്മൾ പറഞ്ഞ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുപാട് കഥകൾ എല്ലാം വരട്ടെ, എല്ലാം പലതരത്തിലുള്ള കഥകൾ മുന്നോട്ട് വരട്ടെ, അതിനെ പ്രജുഡൈസ് ഇല്ലാതെ നമുക്കത് സ്വീകരിക്കാൻ പറ്റണം. എന്നാലേ ഉള്ളൂ പല കാര്യങ്ങളും നോർമൽ ആവുകയുള്ളൂ. ഇപ്പം കലയ്ക്കൊരു വലിയ പ്രാധാന്യം, സാമൂഹിക പരിഷ്കരണത്തിന് കലയ്ക്ക് വലിയൊരു പ്രാധാന്യമാണ്. അത് കേരളത്തിലെ മലയാളികളെ കുറിച്ച്, കാരണം നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി അങ്ങനെ തോപ്പിൽ ഭാസിയുടെ ഒരുപാട് നാടകങ്ങളിലൂടെ നമ്മളുടെ കൾച്ചർ ഒരുപാട് മാറിയ ഒരു സമയമുണ്ട്. അങ്ങനെ ഇപ്പം എനിക്ക് തോന്നുന്നത് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ തന്നെ വന്നത് ഒരു നാടകത്തിന്റെ ഇത് തന്നെയാണ്. KPSCക്ക് വളരെ ഒരു പങ്കുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സാമൂഹിക മാറ്റങ്ങൾ കലയ്ക്ക് വരുത്താൻ പറ്റും. അത് കല നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കണം. വീണ്ടും നമ്മൾ തിരിച്ച് ഈ പൊട്ടക്കുളത്തിലേക്ക് പോകുന്ന കണക്കാവരുത്. അത് സങ്കടം കൊണ്ടാണ് പറയുന്നത്. കേരളത്തിൽ അങ്ങനെ ഒരു ഇത് ഞാൻ കണ്ടുവരുന്നുണ്ട്. നമ്മൾ ഈ അമേരിക്കയിൽ നിന്ന് വീക്ഷിക്കുന്നതല്ല, നമ്മൾ നാട്ടിൽ വരുമ്പോൾ കാണുന്ന വ്യത്യാസം മനസ്സിലാക്കി സങ്കടപ്പെട്ട് പറയാണ്. ലീസെ പോലെ ഉള്ളവർ ഈ സമൂഹത്തിലുള്ളത് നമുക്ക് ഒരു അഭിമാനമാണ്. അത് മലയാളിയാണെന്ന് പറയുന്നതിൽ അഭിമാനമാണ്. മലയാളികൾ എന്ന് പറയുന്ന പ്രബുദ്ധരാണെന്നാണ് എല്ലാവരുടെയും ധരിപ്പ്. ആ ധരിപ്പിന് മാറ്റം വരുത്തരുത്. നമ്മൾ ഇത് മറ്റൊരു ലെവലിലേക്ക് നമ്മൾ പോകണം. നമ്മൾ അത്രയ്ക്കും പുരോഗമനമായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് മലയാളി കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അത് തിരിച്ച് ബാക്കിലോട്ട് പോകരുത്. നമ്മൾ അതിനു വേണ്ടി പ്രവർത്തിക്കുക. ലീസെ പോലുള്ളവരുടെ പ്രവർത്തനം അതിന് ഒരുപാട് ഉപകരിക്കട്ടെ എന്ന് ഞാൻ കുഴപ്പമില്ല. പക്ഷെ ഒരു കാര്യം കൂടെ പറയണ്ട, നമ്മുടെ സ്കൂളിൽ ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ്. നമ്മൾ സ്കൂളിൽ നിന്ന് കിട്ടുന്ന എക്സ്പെൻസ് കഴിഞ്ഞിട്ടുള്ള ചിലവുകളെല്ലാം തന്നെ നമ്മൾ ഡൊണേറ്റ് ചെയ്യുകയാണ്. നമ്മൾ ആർട്ടിസ്റ്റിക് കോഴ്സിന് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഏകദേശം ഇതുവരെയുള്ള, അതായത് 2016 അപ്പോൾ നമുക്ക് വേറെ ഇതൊന്നുമില്ല, ഇതിലുവരെ ഏകദേശം ഒരു $50,000 നമ്മൾ പല കോഴ്സുകൾക്ക് ഡൊണേഷൻ, പ്രത്യേകിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഉള്ളതിലാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അപ്പം പല കോഴ്സുകളിലേക്ക് നാട്ടിലും ഇവിടെയുമായിട്ട് നമ്മൾ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതെ തീർച്ചയായും അത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. നമ്മൾ ഒരു ലാഭം കണ്ടുകൊണ്ടല്ല, കലയ്ക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം. നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമുക്ക് ഓരോരുത്തർക്കും ഓരോ നിയോഗമുണ്ട്. ആ നിയോഗം കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർ കുറവാണ്. ലിസ അത് യൂസ് ചെയ്യുന്നു. അതിന് നമുക്കെല്ലാം അഭിമാനമുണ്ട്. ട്രാവലിസ്റ്റിന്റെ കുടുംബത്തിന് അഭിമാനമുണ്ട്. ശരി, അപ്പൊ കാണുക. ഇതെല്ലാം ശരിയാണെന്ന് അറിയണല്ലോ അല്ലേ? അത് വെറും തള്ളലാണോ എന്ന് അറിഞ്ഞൂടല്ലോ. അല്ലേ ഉള്ളത് തന്നെ. Okay, ready? Paravel Adavu. Let's first do the feet, okay? 1, 2, Aramandi. 1, 2, 3, start. Ta, tei, tei, ta, tei, tei. Bend. Ta, de, tei, tei, ta, ta. 1, 2, 3, start. Tei, tei, ta. Okay, let's do the Navarasas. Okay, first one, Sringaram. The emotion that you show when you see your boyfriend. Friend or friends. What do you show? Being shy. Are you? Really? Okay. Sringaram. Okay, everybody sit up tight and Sringaram. You can use the help of hands if it is difficult. Veeram. The emotion of a warrior. It's not anger, it is like proud ആയിട്ട് ചെയ്യുന്നത്, ലൈക്ക് എക്സാമ്പിൾ, emotion of a warrior. Veeram. Hasyam. There are 2 ways you can show hasyam. Okay, one is laughing, one is both are hasyam. Like oh, she's wearing a better dress than me. It's not that great. Okay, then teasing others. Okay, hasyam. Karunam. Feeling pity, feeling karunam.
Alpudam, pleasantly surprised. See, you're seeing a lot of candies in front of you if you like candy or whatever is that making you happy and pleasantly surprised. Bhayanagam, you're fearful, right? Fearing. Bhibalsam, disgust. That feeling should come, okay? Raudram, anger. Shantam. Shantam, look up and lift this portion of the eyelid. Got it? Okay. Yum. Tat ta ta dhi dhi ki ta tom. Ready? Ki ta ta ka dhim. Takita ta ka tom. Takita ta ka nam. Takita ta ka tam tam. Takita ta ka dhim. Takita ta ka tom. Takita ta ka nam. Takita ta ka tam tam. Takita ta ka tiku ta dhim. Tinatum. ടീച്ചറാ ഈ വലിയ ആൾക്കാരൊക്കെ എത്ര നാളുകൊണ്ട് പഠിച്ചെടുത്തതൊക്കെ? അതായത് ഇവര് ഇപ്പം 1-2 വർഷമായില്ലേ? അല്ല, നമുക്ക് അഡൽസിൽ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ഇപ്പം ഓട്ടം എൻ്റെ ഷീസ് 50 വയസ്സുണ്ട് ആൾക്ക്. അരങ്ങേറ്റം അരങ്ങേറ്റത്തിന് ചെയ്യണം എന്നുള്ളത് ആളുടെ ഒരു സ്വപ്നമാണ്. അത് നാട്ടിൽ തന്നെ ചെയ്യണം. അപ്പം ഞങ്ങള് ഈ ജൂലൈയിൽ ചെയ്യാനിരുന്നതാണ്. പക്ഷേ അവർക്ക് കാലിനൊരു ചെറിയ അസുഖം വന്നു. അപ്പോഴത്തെ അത് കാരണം പക്ഷെ നമ്മൾ ചെയ്യും, അത് ക്യൂറായി കഴിഞ്ഞാൽ ചെയ്യും. ആള് അപ്പൊ ഏത് പ്രായത്തിൽ നമുക്ക് ഡാൻസ് പഠിക്കാം. 40 വയസ്സിൽ വന്ന് പഠിച്ചവരുണ്ട് ആദ്യമായിട്ട് ഡാൻസ്. അതായത് യാതൊരു ക്ലാസിക്കൽ ഡാൻസ് എക്സ്പീരിയൻസ് ഇല്ലാതെ തുടങ്ങിയവരുണ്ട്. അപ്പൊ അതൊരു പാഷൻ കൊണ്ട് വരുന്നതാണ്. പിന്നെ അത് ഇവർക്ക് ഒരു വെന്റ് ഔട്ട് സോൺ ആണല്ലേ. ഇത് നമ്മൾ അഡൽസിനെ സംബന്ധിച്ചോളം ഒരു പെർഫെക്ഷനെ കഴിഞ്ഞു നമ്മളൊരു സന്തോഷമായിട്ടിരിക്കാനുള്ള ഒരു ഇതാണ്. അല്ല, അത് വലിയൊരു കാര്യമാണ്. കാരണം അഡൽസ് എന്ന് പറഞ്ഞാൽ അവരുടെ ഈ ടെൻഷന് നിത്യേന കുട്ടികളായിട്ടുള്ള ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് ഈ ഡാൻസ് ചെയ്യുന്ന ഒരു അവസരം എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരുപാട് മാനസിക സുഖം കിട്ടുന്ന ഒരു അവസ്ഥയാണ്. നമുക്ക് ചോദിച്ചാലോ, ഓട്ടം എന്തുകൊണ്ട് നമ്മൾ ഈ ഭരതനാട്യം പഠിക്കാൻ തീരുമാനിച്ചു എന്ന് നമുക്ക് ചോദിക്കണ്ടേ? സോ ഹായ് ഓട്ടം. So we just want to know, why did you have the interest towards the Indian classical art? Was there a reason? Was there something that started that? I was fortunate enough to see the art performed in a museum in Kansas City, and I asked the dance teacher, she would show me, and that started a very long love affair with Bharatanatyam. So when did you move from Kansas City to Seattle? 2017. What do you feel to come here? It's a beautiful place, and I was fortunate enough to find a wonderful guru. How did you find Lisa teacher? From a friend of mine whose daughter was taking from Lisa. And how long have you been training under her? Since 2018. Oh, nice. And how do you like it? Love it. Love it. It was When are you going amazing. to India? I'm hoping December for the Arangetrium, hopefully. You always welcome to in our hometown, Guruvayur. Thank you. Thank you. Look at the corner, okay? Not hey ha hey he. Ki na tom tam. Takita dhi. Takita tom. Takita nam. Takita takka tadhim. Ki na tom tam. Takita dhim. നമ്മുടെ പരിപാടി ഇങ്ങനെ ഉഷാറായിക്കൊണ്ടിരിക്കുക. കാണുന്ന പോലെയല്ല കളികള്. അതെ, എന്തായിരുന്നാലും ലിസയെ പരിചയപ്പെടാൻ സാധിച്ചതിൽ വളരെ സന്തോഷമാണ്. കുറച്ച് സമയം ഞങ്ങളുടെ കൂടിയൊരു സന്തോഷം. അതെ, എന്റെ സന്തോഷം. സിയാറ്റിലുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നമുക്ക് സന്തോഷമുണ്ട്. പിന്നെ നമ്മള് ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ. താങ്ക് യു. എല്ലാവരും വലുതാവല്ലോ. അതെ, ഞങ്ങൾ വലുതാവല്ലോ. സന്തോഷം. താങ്ക് യു. 7 ദിവസത്തെ ഒരു ആഫ്രിക്കൻ യാത്ര പോയാലോ, അതും സൗത്ത് ആഫ്രിക്ക, സിംബാബ്വെ, സാംബിയ എന്ന രാജ്യങ്ങളിലൂടെ. ഒരുപാട് പേര് പറഞ്ഞു ചെറിയ യാത്രകൾ സംഘടിപ്പിക്കാൻ സാധനപ്പാന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രീൻ ബുക്ക് പ്രോഗ്രാമിൻ്റെ അടുത്ത യാത്ര ഈ വരുന്ന ഓഗസ്റ്റ് സെപ്റ്റംബറിലാണ് നടത്തുന്നത്. ഈ യാത്രയിൽ 2 നാച്ചുറൽ വണ്ടേഴ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. സൗത്ത് ആഫ്രിക്കയിലെ ടേബിൾ മൗണ്ടനും ലോകത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടങ്ങളൊന്നായിട്ടുള്ള വിക്ടോറിയ വെള്ളച്ചാട്ടവും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.